ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അഞ്ജു മുരളി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RRB ALP എക്സാമിന് മാത്സിലെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഏതൊരു കോമ്പറ്റിറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളായാലും യു ക്യാൻ ഡൗൺലോഡ് CC ലേണിംഗ് ആപ്പ്. ഫ്രീ മോക്ക് ടെസ്റ്റ്, ഡെയിലി ഫ്രീ ക്വിസ്, അതുപോലെ കറണ്ട് അഫയേഴ്സ് PDF എല്ലാം നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് യൂസ് ദ ആപ്പ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, എ സെല്ലർ ബൈസ് എ സർട്ടൻ നമ്പർ ഓഫ് ബനാനാസ് അറ്റ് ദ റേറ്റ് ഓഫ് 8 for ₹5. എന്ന് വെച്ചാൽ എന്താണ്? എത്ര ബനാനയ്ക്ക് എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 8 എണ്ണത്തിന് 5 രൂപ. 8 എണ്ണത്തിന് 5 രൂപയാണെങ്കിൽ ഒരെണ്ണത്തിന് എത്ര രൂപയാണ്? 5/8. ഓക്കെ. ആൻഡ് സെൽ ദം അറ്റ് ദ റേറ്റ് ഓഫ് 5 for ₹8. അപ്പോൾ ഒരെണ്ണത്തിന്റെ കോസ്റ്റ് പ്രൈസ് ആണ് ഈ പറയുന്നത്. അപ്പോൾ ഒരെണ്ണത്തിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 8 എണ്ണത്തിന് 5 രൂപ എന്നുള്ള രീതിയിൽ വാങ്ങിച്ചു, 5 എണ്ണത്തിന് 8 രൂപ എന്നുള്ള രീതിയിൽ വിറ്റു. 5 എണ്ണത്തിന് 8 രൂപ, അപ്പോൾ ഒരെണ്ണത്തിന് എത്ര രൂപയാണ്? 8/5 ആണ്. ഓക്കെ, വാട്ട് വിൽ ബി ഹിസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്? അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡിഫറൻസ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഡിനോമിനേറ്റർ എടുക്കുക. ഡിനോമിനേറ്റർ 8ഉം 5ഉം ആണ്. LCM എന്താണ്? 40 ആണ്. അപ്പോൾ ഇൻറ്റു 40 ചെയ്യാം. 2 എടുത്തു. അപ്പോൾ ഇവിടെ എന്ത് വരും? 5 വരും, 25. ഇവിടെ എന്ത് വരും? 8 വരും, 64. നമുക്ക് വേണ്ടത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിഫറൻസ് എത്രയാണ്? 64 മൈനസ് 25. 64 മൈനസ് 25 39 കിട്ടും. ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് 25 ഇൻറ്റു 100. കട്ട് ചെയ്ത് പോയാൽ 4. അപ്പോൾ എന്ത് വരും? 9 × 4 36, 156 എന്ന് വരും. 156% എന്ന് വരും പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ചോദ്യം, ഇഫ് എ പേഴ്സൺ ബോട്ട് ആൻ ഐറ്റം ഫോർ ₹96, കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ₹96 ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ആൻഡ് സോൾഡ് ഇറ്റ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 12.5%. 12.5% പ്രോഫിറ്റിനാണത് വിറ്റത്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കാണണം. ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 12.5%. 12.5% എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷനിൽ 1/8 ആണ്. അതായത് 8 രൂപയുടെ ഐറ്റം 1 രൂപ കൂട്ടി 9 രൂപയ്ക്ക് സെല്ല് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ 8 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ₹96 ആണ്. 8 യൂണിറ്റ് എന്ന് പറയുന്നത് ₹96 ആണ്. അപ്പോൾ 1 യൂണിറ്റ് എത്രയാണ്? 96/8, ₹12 ആണ് 1 യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്താണ്? 9 യൂണിറ്റ്, 9 × 12, ₹108. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ചോദ്യം, ഇൻ ആൻ അലോയ് ഓഫ് ജർമ്മൻ സിൽവർ അലോയിൽ ദ റേഷ്യോ ഓഫ് കോപ്പർ ടു സിങ്ക് വാസ് 17:7. കോപ്പറും സിങ്കും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? കോപ്പറും സിങ്കും തമ്മിലുള്ള റേഷ്യോ 17:7 ആണ്. വൈൽ ദാറ്റ് ഓഫ് നിക്കൽ ടു സിങ്ക് വാസ് 4:3. അപ്പോൾ കോപ്പർ, സിങ്ക്, നിക്കൽ. കോപ്പർ ടു സിങ്ക് റേഷ്യോ എത്രയാണ്? 17:7. നിക്കൽ ടു സിങ്ക് 4:3. നിക്കൽ ഇവിടെ വരണം, സിങ്ക് 3. റേഷ്യോ ഓഫ് കോപ്പർ ടു സിങ്ക് ടു നിക്കൽ ഇൻ ദ അലോയ്. അപ്പോൾ കോപ്പർ ടു സിങ്ക് ടു നിക്കൽ റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എന്താ ഇവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയോ? ഇവിടെയുള്ള ഈ 7 ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതി, ഇവിടെയുള്ള ഈ 3 ഇപ്പുറത്തേക്ക് എഴുതി 3. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്തു. 17 × 3 എത്ര വരും? 51. 7 × 3 21. 7 × 4 28. കട്ട് ചെയ്ത് കളയാനൊന്നുമില്ല. 51:21:28, ഓപ്ഷൻ ബി. കണ്ടോ? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, ദ സം ഓഫ് പ്രസന്റ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് സൺ ഈസ് 45. പ്രസന്റ് ഏജസ് ഓഫ് ഫാദർ ആൻഡ് സണ്ണിന്റെ സം എന്താണ്? 45 ഇയേഴ്സ് ആണ്. F + S = 45. 5 years ago the ratio of their ages was 6:1. 5 വർഷം മുന്നേ അവരുടെ ഏജിന്റെ റേഷ്യോ എന്തായിരുന്നു? 6:1 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫാദറിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് ഫാദർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 5 വർഷം മുന്നേ ഉള്ള റേഷ്യോ ആണ് ഈ 6:1 തന്നിട്ടുള്ളത്. അപ്പോൾ 5 വർഷം മുന്നേ ഫാദറിന്റെ ഏജ് 6x
സണ്ണിന്റെ ഏജ് എക്സും ആയിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ അവരുടെ ഏജ് എന്താണ്? 6x + 5 x + 5. ഇതാണ് അവരുടെ ഇപ്പോഴത്തെ ഏജ്. അതിന്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, f + s 45 ആണെന്ന്. അപ്പൊ 6x + 5 + x + 5 എന്ത് വരും? 7x + 10. അതെത്രയാണ്? 45. 45 - 10 35 ആണ്. 35. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് വരും? 35/7 5 എന്ന് വരും. എക്സ് 5 ആണ്. അപ്പൊ ഫാദറിന്റെ ഏജ് എത്രയായിരിക്കും? ഫാദറിന്റെ ഏജ് 6x + 5 ആണ് അല്ലെ. ഫാദറിന്റെ ഏജ് 6x + 5 ആണ്. 5 × 6 30, 30 + 5 35. ഓപ്ഷൻ സി. അപ്പോൾ റെയിൽവേയുടെ ലോക്കോ പൈലറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ CCയിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സ്പെസിഫിക്കലി ഫോർ RRB ALP എക്സാം. അപ്പോൾ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് 9249089284 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ തരുന്നത്. അതുപോലെ ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. വീക്ക്ലി മന്ത്ലി റിവിഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എക്സാം ഫേസ് ചെയ്യാനുള്ള, റിയൽ എക്സാം വരുമ്പോൾ അത് ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും കൂടെ അതിൻ്റെ കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്